ഹലോ പ്രിയപ്പെട്ട ചെങ്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാറത്തെ ഒരു വീഡിയോ ഇതിന് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ബാക്കി എന്നാണുള്ള ഒരു വീഡിയോ ആണ് ചങ്കളെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യട്ടോ. എന്നാൽ പിന്നെ നമ്മൾ കണ്ട യാത്ര തുടർന്നാലോ, പോവല്ലേ? നമ്മൾ മൂന്നാറിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതി വരാത്ത ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ്. നമുക്കിങ്ങനെ കണ്ട് ആസ്വദിച്ച് യാത്ര പോകാം, ഓക്കെ. പിന്നെ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും മൂന്നാർ കണ്ടു തീരാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഉള്ള സമയം കൊണ്ട് ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു പോവുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ചായ കുടിച്ചിട്ട് പോവാം, ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ചെറിയ ചായ കടക്കുകയാണെങ്കിൽ അവിടെ കയറി ചായ കുടിക്കുക. ഇവിടെയൊക്കെ വലിയ വലിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇതുപോലത്തെ കടകളോട് താല്പര്യം. നല്ല അടിപൊളി ഫുഡ് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചായയും ലൈറ്റായ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. പൊളി മല രക്ഷയില്ല. ഈ വഴിക്കൊക്കെ വരുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ കയറിയിട്ട് കഴിച്ചിട്ട് പോയി മക്കളെ. അതിൻ്റെ ഒരു വൈബ് നമ്മൾ എത്ര വലിയ റെസ്റ്റോറൻറ്റ് കയറിയാലും നമുക്ക് കിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടരുക കേട്ടോ. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എത്ര സുന്ദരമായ കാഴ്ചകളില്ലേ. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ ഇതുപോലെ എല്ലാ കാഴ്ചകളും ഇങ്ങനെ കണ്ട് സാവധാനം, വെറുതെ ഒന്നുമില്ല, ഉള്ള സമയം കൊണ്ട് കാണാൻ പറ്റുന്ന നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അരുവികളും മലകളും കുന്നും ചെടികളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര തുടരും. ഇതാ നെയിം ബോർഡൊക്കെ കണ്ടു തുടങ്ങിയിട്ടാണ്. നമ്മൾ മറയൂർക്കുള്ള ഒരു യാത്രയാണ് ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡിൽ തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പോവല്ലേ? പൊന്നാറിൻ്റെ ചങ്കലേറെ കാഴ്ചകളിൽ ഈ മനോഹരമായ സ്ഥലത്ത് കൂടെ ഇങ്ങനെ കൂടെ എൻ്റെ ആന വണ്ടി കണ്ടില്ല, ക്ലിക്കിട്ട് റിസ്ക്. ഓ, ഒരു രക്ഷയില്ല മക്കളെ. ഇവിടെ തേയിലത്തോട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കരം. പല കോലത്തിൽ, പല സൈസിൽ, പല തട്ടുകളിലായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് രസമാണ്. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതൊക്കെ അങ്ങനെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ല മക്കളെ. അപ്പം നമ്മൾ ഏകദേശം വാഗൂര എന്ന് പറഞ്ഞ സ്ഥലം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ അങ്ങോട്ടുള്ള കാഴ്ചകൾ ഭയാനകരം, ഒരു രക്ഷയില്ല. കണ്ടില്ലേ? ഓ, എന്ത് മനോഹരമായ കാഴ്ച, ഒരു രക്ഷയില്ല മക്കളെ. ഈ പൂവുകളൊക്കെ ഇങ്ങനെ പച്ചപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ചകളുണ്ടല്ലോ. ഓ, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ പോവുക, നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. ഓ എൻ്റെ മക്കളെ, ഇതൊക്കെ ആസ്വദിക്കണ്ടേ? അതൊക്കെ ആസ്വദിക്കാനുള്ളത് നമ്മൾ ആസ്വദിച്ചിട്ട് തന്നെ തീർക്കണം. ഈ പച്ചപ്പുകൾക്കിടയിൽ ഇതാ മനോഹരമായൊരു കാഴ്ച. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനൊന്നും നമ്മളൊന്നും പറയാനില്ല. ഇതൊക്കെ നമ്മളെ കണ്ട് ആസ്വദിക്കാനാണോ? അല്ല വന്നാറ ചങ്കാളെ, ഇതിനൊക്കെ നമ്മൾ എന്ത് പറയുക? ഇതൊക്കെ ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കുന്ന വേണ്ടേ?
ഇനി അങ്ങോട്ട് ചന്ദനക്കാടുകളാണ്. ഒരു രക്ഷയില്ല. ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് കുറച്ച് നേരം ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുട്ടികളായിട്ടൊക്കെ കളിച്ച് യാത്ര നല്ല ആസ്വദിച്ചിട്ടെല്ലാം പോകാം. നമ്മളേതായാലും നേരിട്ട് പോകാറുണ്ട്. എല്ലാവരും മക്കളത് കണ്ടില്ലേ, ഫുള്ള് ചന്ദനക്കാടുകളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം മറയൂർ എത്തി തുടങ്ങിയിട്ടാണ്. ഏകദേശം ബസ് സ്റ്റാൻഡ് പരിസരത്ത്. അപ്പോൾ മറയൂരിൽ നിന്ന് കുറച്ചും കൂടി അവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ കാന്തല്ലൂർ എത്താൻ പറ്റും. നല്ല അടിപൊളി സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോ കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചാൽ പോരാ. ഇപ്പോൾ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. 2 ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് കേരളത്തിൻ്റെ, ഒന്ന് തമിഴ്നാടിൻ്റെ. ഫസ്റ്റ് വരുന്നത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ ചെക്ക് ചെയ്തിട്ട് വിടുള്ളൂ. പേരും കാര്യം നമുക്ക് അവിടെ കൊടുക്കണം. ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ കണ്ടു വിടുള്ളൂ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞ് കുറച്ചും കൂടെ ഉണ്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് വല്ലാണ്ട് ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ അഡ്രസ്സും നമ്പറും പേരൊക്കെ എഴുതി കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഞാൻ പോകാം. നമ്മൾ കേരള ചെക്ക് പോസ്റ്റിൽ അവർ ഫുള്ള് ചെക്ക് ചെയ്തിട്ടല്ല പോകാം. അതിൻ്റെ പേരിലാവും. നമ്മൾ ഈ ഫോറസ്റ്റ് കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലം പോലെയൊക്കെ തോന്നി തുടങ്ങില്ലേ. എന്തായാലും ഈ യാത്ര നല്ല മനോഹരമായിട്ട് നമുക്ക് പോകാം. നല്ല വിഷ്വൽ ബ്യൂട്ടി തന്നെ നമുക്ക് കാഴ്ച വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ യാത്ര തുടരുന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ആണെങ്കിൽ പോലും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം. എൻ്റെ മക്കളെ എന്ത് രസമാണ് ഇത് ഇങ്ങനെ കാണാൻ തന്നെ. ആനകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടാ. ഈ യാത്രയിൽ ആനനെ കാണും നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. മൃഗങ്ങളെ കാണുന്ന പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ആന നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു ഭാഗ്യമുണ്ട്, ചെറിയൊരു ഭാഗ്യമുണ്ട് ഇട്ടാ. അപ്പോൾ നമ്മളെ യാത്ര ഒന്നും കൂടി ഹാപ്പി അല്ലേ, ഇരട്ടി മുതൽ. ഈ ആനനൊക്കെ കാണുമ്പോൾ, കാട്ടിൽ മൃഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വണ്ടി ഒരിക്കലും നിർത്താൻ പാടില്ല കേട്ടോ. ആ ഫോറസ്റ്റ് നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആനനൊക്കെ കണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ആനയാണ്. അപ്പോൾ അതിൻ്റെ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അപകടങ്ങൾ നമ്മളായിട്ട് വരുത്തി തീർക്കാതിരിക്കുക. നമ്മളുടേതായ രീതിയിൽ ഗവൺമെൻറ് പറയുന്ന റൂൾസൊക്കെ അനുസരിച്ചിട്ട് തന്നെ യാത്ര പോവുക. അതല്ലേ നമ്മളെ ജീവനും ഒക്കെ നല്ലത്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഏരിയ ഏകദേശം കഴിയാനായിരിക്കണം. പിന്നെ ഇവിടെ ഒരു എക്സിറ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്.
അവിടെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നേരെ കയറി പോകാം. കാരണം നമ്മളവിടെ 2 തവണ പിടിച്ച് ചെക്ക് ചെയ്താണ് അവർ. അപ്പോൾ ഇവിടെ വല്ലാണ്ട് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ വണ്ടി കണ്ടാൽ നിൽക്കേണ്ട അവർ ചെക്ക് പോസ്റ്റ് പൊന്തിച്ച് തരും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കുക ഒക്കെ അവിടെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥലം നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ചായ അടിക്കണമൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമുക്ക് യാത്ര തുടരാം. ഇതിപ്പോൾ ഏകദേശം നമ്മൾ തമിഴ്നാട് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് തമിഴ്നാട് പൊള്ളാച്ചി വഴി ഇങ്ങനെ കറങ്ങി നമ്മൾ വാൾപ്പാറയ്ക്ക് ഒന്ന് പാലക്കാട് കയറുള്ള പരിപാടിയാണ്. പൊള്ളാച്ചിയിലെ ഈ റൂട്ട് വളരെ മനോഹരമാണ്. പണ്ടൊക്കെ നമ്മളെ നാട്ടിലായിരുന്നു ഇതുപോലെ തെങ്ങും തൂക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെയാണുള്ളത് മെയിനായിട്ട്. ഇവിടുത്തെ കാഴ്ചകളും നല്ല മനോഹരം തന്നെയാണ്. പണ്ട് കാലത്തെ വീടും കാര്യങ്ങളും അതുപോലത്തെ കാഴ്ചകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഏകദേശം നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളി, ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ അടിച്ചോളി. നെക്കാളും കുത്താളക്കങ്ങളാണ് കുത്തിക്കളി, നമ്മളായിട്ടൊന്നും പറയാനൊന്നും